ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡിസ്പ്ലേയോ ട്യൂട്ടോറിയലോ ഒന്നുമല്ല നമ്മൾ കാണുന്നത്. നമ്മളൊരു ഒരു ബിഗ് അനൗൺസ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതെന്താണെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലേ? ആദ്യം ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അമ്മൂസ് കളക്ഷൻ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു. അപ്പൊ ഈ ചാനൽ ആദ്യം മുതൽ കാണുന്നവരുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അറിയാം, ഈ വീഡിയോ ചാനലിൽ നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് മുഴുവനും. ഒരു എംബ്രോയിഡറി 50+ സ്റ്റിച്ചസ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കുറേ പേര് ഇത് കണ്ട് പഠിച്ചു വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് അറിയാവുന്ന ആൾക്കാർക്ക് എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യണം, എക്സ്പെഷ്യലി ബൂളിയൻ നോട്ട് കാസ്റ്റ് ഓൺ സ്റ്റിച്ച്, അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം എന്ന് ഒക്കെ നമ്മൾ ടിപ്സ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് കുറേ പേര് ചെയ്ത് വൃത്തിയായി വന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. പിന്നെ നമ്മൾ ആദ്യമൊക്കെ ട്യൂട്ടോറിയലിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ടായിരുന്നു നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത ലെവലായിട്ട് അതെങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാം, ഒരു സാരിയിലായാലും ചുരിദാറിലായാലും തയ്ച്ച് എങ്ങനെ അത് ബിസിനസ് ആക്കി മാറ്റാം, വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അതൊരു പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അതെങ്ങനെയാണ് ഒരു ബിസിനസ് ആക്കി മാറ്റാം എന്നുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പിന്നെ പയ്യെ സാരി അല്ലെങ്കിൽ ചുരിദാർ, ബെഡ്ഷീറ്റ് ഒക്കെ ഡിസ്പ്ലേ കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഡിസ്പ്ലേ കാണിച്ചു തുടങ്ങിയപ്പം ഇത് ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ യൂഷ്വലി പറയാറ് ആ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട്, അതായത് എൻ്റെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാനാണ് പറയാറ്. അപ്പൊ അങ്ങനെ വരുമ്പം പലർക്കും അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രായമായ ആൾക്കാർക്കൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇന്ന സാരിയാണ്, അപ്പൊ ആ സാരി എനിക്ക് കിട്ടുമോ എന്ന് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഏത് സാരിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അത് മേടിക്കാൻ പറ്റാത്ത രീതി ചിലവർക്ക് വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. പിന്നെ പലർക്കും ഈ എംബ്രോയിഡറി ചെയ്തു തയ്ച്ചും പഠിച്ചു കഴിഞ്ഞിട്ട് സാരിയിൽ കുറെ സാരി അവർക്കൊരു ഇൻട്രസ്റ്റോടെ കുറെ സാരീസ് തയ്ച്ചു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സാരി പിന്നെ അവരുടെ സ്ഥലത്ത് വിൽക്കാൻ പറ്റിയില്ല. അപ്പൊ അവര് എല്ലാ സ്ഥലത്തും സെയിം റേറ്റ് കിട്ടണം എന്നില്ല. ഇപ്പം എറണാകുളത്തുള്ള റേറ്റ് ആയിരിക്കില്ല കോട്ടയത്തുള്ള റേറ്റ് ആയിരിക്കില്ല ട്രിവാൻഡ്രത്ത് വരുന്നത്. അപ്പൊ പലയിടത്തും പല റേറ്റ്. അപ്പം നമ്മൾ ഇത്ര എഫോർട്ട് ഇട്ടു അത് വിറ്റ് പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പേര് നമുക്ക് പ്രൊഡക്റ്റ് അവർ അയച്ചു തരും. അത് നമ്മൾ അമ്മൂസ് കളക്ഷൻ ചാനലിൽ കൂടെ വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ട് അങ്ങനെ അവർക്ക് സെയിൽ ചെയ്ത് കൊടുക്കാറുമുണ്ട് നമ്മൾ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോഡക്റ്റ് മേടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കുറെ മാസങ്ങൾക്ക് ശേഷം ചിലവർ വരും, കസ്റ്റമേഴ്സ് വന്നിട്ട് ചോദിക്കും, ഈ പ്രോഡക്റ്റ് അന്ന് കാണിച്ച ആ സാരി ഉണ്ടോ അല്ലെങ്കിൽ ചുരിദാർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ മിക്കവാറും നമ്മൾ ലാർജ് സ്കെയിൽ ബിസിനസ് ഒന്നും അല്ല. അപ്പോൾ 1-2 സെയിം പ്രോഡക്ട്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളൂ. അപ്പൊ അതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ ആ കസ്റ്റമറിന് നമ്മൾക്ക് പറയേണ്ടി വരും അത് സോൾഡ് ഔട്ട് ആയി ഇല്ല എന്നുള്ളത്. അപ്പൊ വളരെ ആശിച്ച് വന്നിട്ട് അവർക്ക് കിട്ടാതെ പോകും. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളിപ്പോ ഒരു പുതിയൊരു അമ്മൂസ് കളക്ഷന്റെ ഒരു വെബ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് www.ammuscollections.com എന്നാണ്. അപ്പൊ ആ ഒരു വെബ് പേജ് സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ഹോം പേജിൽ തന്നെ ഓരോ ഐക്കൺസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സാരീസ് വേറെ, ടോപ്പ് മെറ്റീരിയൽസ്, കുർത്താസ്, ബെഡ്ഷീറ്റ്, ബേബി ഡ്രസ്സസ്, പിന്നെ ഹോം ഡെക്കർ, അങ്ങനെ കുറെ ഐക്കൺസ് ഉണ്ട്. അപ്പൊ ആ ഒരേ ഫോൾഡറിൽ നമുക്ക് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിലേറ്റഡ് സാരിയുടെ അടിയിൽ പലതരത്തിലുള്ള സാരീസ് ഉണ്ടാവും, പ്രീ ഓർഡർ ചെയ്യാം, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ സാരീസ് അതിൻ്റെ അകത്ത് അവൈലബിലിറ്റി എത്ര ഉണ്ട്, സ്റ്റോക്ക് എന്താണ്, റേറ്റ്, അതിൻ്റെ എവിടേക്കാണ് ഡിസൈൻ വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യവും ആ ഒരു സാരിയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നമുക്കിങ്ങനെ വിളിച്ച് ചോദിച്ച് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ബുദ്ധിമുട്ടണ്ട. അറിയില്ലാത്തവർക്ക് ഇതുപോലെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് സാരിയാണോ താല്പര്യം അതങ്ങ് നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാം. ഇപ്പൊ ഓൺലൈൻ പല സൈറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്ര ബാക്കിയുള്ള സൈറ്റ്സ് വെച്ചിട്ട് ഈ ഒരു സൈറ്റ് നമ്മുടെ സൈറ്റ് കമ്പയർ ചെയ്യരുത്. ബാക്കിയുള്ള സൈറ്റ് പോലെ അത്ര വലിയ സൈറ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് അവൈലബിലിറ്റി കാണാം, അതിന്റെ റേറ്റ്, ഡിസ്ക്രിപ്ഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാകും.
ഇനി ഞാൻ ആ സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അപ്പോൾ എല്ലാവർക്കും ഓരോ സൈറ്റും ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ ഉള്ളതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക www.ammuscollections.com. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോഴേ നമുക്കിത് ഇങ്ങനെ നമ്മുടെ ഹോം പേജിലോട്ട് വരും. ഇതാണ് നമ്മുടെ ഹോം പേജ്. അപ്പോൾ ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്, ഷോപ്പ് നൗവും പ്രീ ഓർഡറും. അപ്പോൾ ഷോപ്പ് നൗവിൽ നമ്മൾ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിലിട്ടേക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോയാൽ ഉള്ളത് എല്ലാം കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് സാരി മാത്രമാണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ, നമ്മുടെ സാരി മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഹോം എന്ന് പറഞ്ഞ ഒരു ബട്ടൺ മേളിൽ കാണും. അതിൽ ഞെക്കിയാൽ നമ്മൾ ഹോം പേജിലോട്ട് വീണ്ടും വരും. ഈ ഒരു ഹോം പേജിൻ്റെ താഴത്തോട്ട് പോയാൽ നമുക്ക് കാണാം പല പല ഫോൾഡേഴ്സായിട്ട് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. സാരീസ്, സൽവാർ മെറ്റീരിയൽസ്, കുർത്താസ്, ബെഡ്ഷീറ്റ്സ്, ബേബി ഡ്രസ് ആൻഡ് ഹോം ഡെക്കർ, ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ സാരി സെക്ഷനിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ സാരീസ് മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ ഓരോ സാരീസ് അതിന് എത്ര പെർസെൻറ്റേജാണ് ഡിസ്കൗണ്ട്, അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സാരിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചു. ഈ ഒരു സാരി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് സൂം ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ മൗസ് ഇവിടെ അല്ലെങ്കിൽ കേസർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് ഓരോ വർക്കും സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓരോ പോസ്റ്റിലുള്ള ബാക്ക് സൈഡിൽ എന്തോരം വർക്ക് ഉണ്ട്, ഇത് മുന്താണി ഇങ്ങനെയാണ് വരുന്നത്, ഈ റണ്ണിങ് പോർഷനിൽ ഇങ്ങനെയൊക്കെ വർക്ക് ഉണ്ട് എന്നൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഓരോരോ പോസ്റ്റിൽ നിൽക്കുന്ന ഫോട്ടോസും ഉണ്ട്. പിന്നെ സാരീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഏതാണ് കളറ്, മെഷർമെൻറ്റ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വർക്ക് ഏതാണ് എന്നുള്ള ഡീറ്റെയിൽസ്, വിത്ത് ബ്ലൗസ് പീസ് ആണോ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരും. പിന്നെ അതുപോലെ തന്നെ വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ നോട്ടായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡെലിവറി പീരീഡ് 4 to 5 വർക്കിംഗ് ഡേയ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചില സമയത്ത് അത് 4 to 5 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് ചിലപ്പം 1-2 ദിവസം കൂടി എന്നിരിക്കും. അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പം ഈ ഒരു സാരി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആഡ് ടു കാർട്ടിലോട്ട് ബട്ടണിൽ ഞെക്കുക. അപ്പം എന്താ ചെയ്യുക, നമ്മുടെ ഇവിടെ കാർട്ടിനുള്ളിൽ ഈ ഒരു സാരി വന്നിട്ടുണ്ട്, ഇത്രയാണ് എമൗണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സാരി മാത്രം മതി എന്നുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് ബട്ടണിലോട്ട് പോവുക. അതല്ല ഇനിയും സാരി മേടിക്കണം എന്നുണ്ടെങ്കിൽ കാർട്ടിൽ നിന്ന് അടുത്ത സാരി ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യണമെങ്കിൽ ബാക്ക് ബട്ടണിലോട്ട് പോയിട്ട് അടുത്ത സാരി ഏതാണെന്ന് വെച്ചാൽ അത് നോക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക, ഇതുപോലെ തന്നെ കാർട്ടിലിടുക. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു സാരിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നോക്കിയിട്ട് നമ്മൾ ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിൽ 2 സാരി വന്നിട്ടുണ്ട്. ടോട്ടൽ ബില്ല് ഇത്രയാണ് വരുന്നത്, എമൗണ്ട് ഇത്രയാണ് വരുന്നത്. ഇത്രയും പർച്ചേസ് ചെയ്താൽ മതി നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്യുക. ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം, പർച്ചേസ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ്, ഇൻഫോർമേഷൻ എല്ലാം ഇവിടെ കൊടുക്കണം. നെയിം, കൺട്രി എല്ലാം ഇവിടെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് എല്ലാം കൊടുക്കണം. ഇവിടുത്തെ ഈ അഡ്രസ്സിൽ ഹൗസ് നെയിം, പിൻകോഡ്, ഫോൺ നമ്പർ അതൊക്കെ എല്ലാം ശ്രദ്ധിച്ച് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. റോങ് അഡ്രസ്സ് ആവരുത്. അതിപ്പോൾ ഷിപ്പിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ അതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ആർക്കെങ്കിലും ആണ് ഗിഫ്റ്റ് കൊടുക്കണേ എന്നുണ്ടെങ്കിൽ മേടിക്കുന്ന ഒരാളായിരിക്കും, വേറൊരാൾക്കായിരിക്കും ഷിപ്പിംഗ് അഡ്രസ്സ് വേണ്ടത്. അപ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ ആണെങ്കിൽ അതും ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വേഗത്തിൽ തന്നെ അഡ്രസ്സ് എഴുതിയിട്ട് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അഡ്രസ്സ് ഇതുവരെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുക. അഡ്രസ്സ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ എഴുതി കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിൻകോഡും ഫോൺ നമ്പറും എഴുതുന്നത് ഒരു കാരണവശാലും തെറ്റരുത്, കൃത്യമായിട്ട് തന്നെ എഴുതുക. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ആയാലും. അത് കഴിയുമ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത എമൗണ്ട് അവിടെ എഴുതിയിട്ടുണ്ടാകും സൈഡിൽ. അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ ത്രൂ പേ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ UPI അഡ്രസ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസും ഉണ്ടാകും. അപ്പോൾ ഇതിലേതെങ്കിലും ചൂസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്ലേസ് ഓർഡർ എന്ന് താഴെ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേസ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമ്മൾ ഏത് ഐറ്റമാണ് ഓർഡർ ചെയ്തേക്കുന്നത്, അതിൻ്റെ ഓർഡർ നമ്പറും അതിൻ്റെ എത്ര എമൗണ്ട് ആണ്, പേയ്മെൻറ്റ് മോഡ് എന്താ എന്നൊക്കെ നമ്മൾ അവിടെ എഴുതി വരുന്നതായിരിക്കും. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ടാകും, ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം.
അത് തന്നെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസും താഴെ എഴുതിയിട്ടുണ്ടാകും. അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണ് നിങ്ങൾ ഏത് ഐറ്റമാണ് എത്ര എണ്ണമാണ് കൊടുത്തേക്കുന്നത് എന്നൊക്കെയുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെയും വന്നിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രാക്ക് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡർ നമ്പറോ അതോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ ടൈപ്പ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെ എത്തി എങ്ങനെയുള്ള ഇൻഫോർമേഷൻ ട്രാക്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക.